ഇപ്പൊ നാട്ടുകാർക്കാണ് പ്രശ്നം. അതായത് കല്യാണം കഴിച്ചില്ലല്ലോ, പ്രായപൂർത്തിയായില്ലേ, എത്ര നാളായി എന്നൊക്കെ പറഞ്ഞു അവരോടൊക്കെ പോയി പണി നോക്കാൻ പറയാനേ പറ്റത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എന്തിനാണ് ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് കല്യാണം കഴിക്കേണ്ട ആവശ്യം? എന്നെ ഡോക്ടർ, ഞാൻ 18ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചതാണ്. അന്ന് എന്താന്ന് പോലും അറിയില്ല. ഇപ്പൊ 3 മക്കളും ഉണ്ട്. ഞാൻ എന്തിനാ കല്യാണം കഴിച്ചേ? ഇത് എങ്ങനെയാ മക്കളുണ്ടായേ? എന്റെ ജീവിതം ഇതോടുകൂടി തീർന്നു. നാട്ടുകാർക്ക് വേണ്ടി ഒരുമിച്ച് ജീവിക്കുന്നു, വീട്ടുകാർക്ക് വേണ്ടി ഒരുമിച്ച് ജീവിക്കുന്നു, മക്കളുണ്ടായി പോയി എന്ന് പറഞ്ഞ് ഒരുമിച്ച് ജീവിക്കുന്നു. എന്റെ മക്കൾക്കാണെങ്കിലും ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കുന്ന പറഞ്ഞൊരു പരിപാടി ഞാൻ പറയില്ല. കല്യാണം കഴിക്കണോ, അതിനുള്ള മെച്യൂരിറ്റി ആവട്ടെ, സ്വന്തമായിട്ട് ജോലി ചെയ്യ്, സമ്പാദിക്കുക. ദീപിക പദുക്കോൺ 40ാം വയസ്സിലാണ് പ്രസവിച്ചത്. ശരിക്കും എപ്പോഴാണ് ഒരു പ്രഗ്നന്റ് ആവാനും ഗർഭം ധരിക്കാനുമുള്ള ഒരു ഐഡിയൽ ഏജ്? ഇനി മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നില്ല പെൺകുട്ടികൾ പ്രസവിക്കാൻ തയ്യാറാകുമെന്ന് പോലും സംശയമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പോർഷൻ കണ്ടിട്ട് എല്ലാ പെൺകുട്ടികളും ഡോക്ടറുടെ ആരാധകരായി മാറുമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് മാത്രമുള്ളതാണ് വാക്കിംഗ്. അല്ലാതെ വാക്കിംഗ് എന്ന് പറയുന്ന സംഭവം ഞാൻ നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതൊരിക്കലും ഒരു എക്സസൈസ് ആയിട്ട് കണക്കൂട്ടാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യത്തില്ലേ, എന്റെ ഭർത്താവ് കണ്ടില്ലേ ഇത്രയും കഴിക്കുന്നു, ഞാൻ ഇത്രേ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഹോർമോണൽ ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ ഇത്രയും പോലും പ്രോസസ് ചെയ്യാനുള്ള കപ്പാസിറ്റി അപ്പൊ നമ്മൾ ഉണ്ടാക്കിയിട്ട് മക്കൾ കൊടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ല.